യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ദിനത്തിൽ ജോർദാൻ നദിക്കരയിൽ എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകർ. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ജോർദാനിൽ ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ലയോടൊപ്പം ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനം സ്മരിക്കുവാനാണ് ആയിരങ്ങൾ എത്തിച്ചേർന്നത്. പ്രാദേശിക ഭാഷയിൽ മുങ്ങുക എന്നർത്ഥം വരുന്ന അൽ മാക്താസ് എന്ന സ്ഥലത്താണ് എല്ലാ വർഷവും അനുസ്മരണത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ചാവുകടലിൻ്റെ 9 കിലോമീറ്റർ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളും ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അൽ കാർ എന്ന സ്ഥലവും സ്ഥിതി ചെയ്യുന്നു. നാഷണൽ പാർക്കായിട്ടാണ് ഇവിടം സംരക്ഷിക്കപ്പെടുന്നത്. രാജകുടുംബാംഗവും അബ്ദുള്ള രണ്ടാമൻ രാജാവിൻ്റെ സാംസ്കാരിക മതകാര്യ ഉപദേശകനുമായ ഖാസി ബിൻ മുഹമ്മദ് രാജകുമാരൻ അധ്യക്ഷനായിട്ടുള്ള ബാപ്റ്റിസം സൈറ്റ് കമ്മീഷനാണ് പാർക്കിൻ്റെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. നിരവധി ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നദിയുടെ സമീപത്ത് ദേവാലയങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി കമ്മീഷൻ നൽകിയിരുന്നു. തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ജെറുസലേം പാത്രിയാർക്കീസ് ആവശ്യപ്പെട്ടു. ആയുധങ്ങളുടെ ഉപയോഗവും കൊലപാതകങ്ങളും വീടുകൾ തകർക്കുന്ന നടപടികളും അവസാനിപ്പിക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. മനുഷ്യാവകാശ സഹായങ്ങൾ ഇടതടവില്ലാതെ എത്തിക്കുന്ന ജോർദാനിലെ രാജകുടുംബത്തോടും സർക്കാരിനോടും സൈന്യത്തോടും ജെറുസലേം പാത്രിയാർക്കീസ് പിയർ ബാറ്റിസ്റ്റ പിസബല്ല നന്ദി പറഞ്ഞു.